സൈബർ സഖാക്കൾ എന്ന കടന്നൽ കൂട്ടത്തിന്റെ കിരീടം വയ്ക്കാത്ത ഒരേ ഒരു പടത്തലവൻ അമ്പൂക്ക എന്ന PV അൻവറിന് നല്ല നമസ്കാരം. അമ്പൂക്ക ഒരു ചെറിയ എരിയല്ല, അയാൾ ഒരു വലിയ പെരിച്ചാഴി തന്നെയാണ് എന്ന് തെളിയിച്ച ദിവസങ്ങളാണ് ഈ കടന്നുപോയത്. അമ്പൂക്ക എന്ന എലിക്കുട്ടി അല്ല പുലിക്കുട്ടി മാന്തി മാന്തി ചെന്നത് മലപ്പുറം SP ക്യാമ്പ് ഓഫീസിലേക്കാണ്. എന്തിനെന്നല്ലേ, മറ്റൊന്നിനുമല്ല. SP ഏതോ മരം മുറിച്ചു, മരമല്ല ഒരു ശിഖരമാണ് മുറിച്ചത്. പോട്ടെ, SP മുറിച്ച മരത്തിന്റെ വേരെനിക്ക് കാണണം എന്ന ആവശ്യം ഉന്നയിച്ചാണ് നമ്മുടെ അമ്പൂക്ക മലപ്പുറം SP ഓഫീസിലേക്ക് ചെന്നത്. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ അമ്പൂക്കയെ ഉള്ളിലേക്ക് കടത്തി വിട്ടില്ല. തുടർന്ന് കുത്തിയിരിപ്പ് സമരവുമായി അമ്പൂക്ക മുന്നേറുകയായിരുന്നു. അതിനിടയ്ക്ക് അമ്പൂക്ക റണ്ണൌട്ടായി. പക്ഷേ മൂപ്പരവിടെ തളർന്നു നിന്നില്ല. തന്റെ ഇന്നിങ്സ് പൂർത്തിയാക്കി മാത്രമേ മടങ്ങുകയുള്ളൂ എന്ന മുൻ നിശ്ചയത്തോടെ അമ്പൂക്ക തന്റെ ഘോരഘോരമുള്ള ശബ്ദം മുഴക്കിക്കൊണ്ട് SP സുജിത് ദാസിനും ADGP അജിത് കുമാറിനുമെതിരെ തന്റെ ഘോരഘോരമായ അന്വേഷണ റിപ്പോർട്ടുകൾ, കഥ, ഒരു നീണ്ട കഥ അങ്ങ് വിടർത്തി വെക്കുകയായി. പൊതുസമൂഹം ഒന്നാകെ ആ കഥ കേട്ട് ആകെ ആശ്ചര്യബദ്ധരായി അങ്ങേയറ്റം ഞെട്ടിത്തരിച്ച് നിൽക്കുമ്പോൾ അമ്പൂക്ക തുറന്നു പറഞ്ഞു. അമ്പൂക്കയുടെ ആദ്യ ബോംബ് കൊലപാതകം, അമ്പൂക്കയുടെ രണ്ടാം ബോംബ് സ്വർണ്ണക്കടത്ത്, അമ്പൂക്കയുടെ മൂന്നാം ബോംബ് തൃശൂർ പൂരം കലക്കൽ. അങ്ങനെ ബോംബുകൾ ഓരോന്നോരോന്നായി ADGP, വെറും ADGP അല്ല, ക്രമസമാധാന ചുമതലയുള്ള ഒരു സംസ്ഥാനത്തിന്റെ ഒമ്പാടും ADGP, അയാൾക്ക് നേരെ അമ്പൂക്കയുടെ ഓരോ അമ്പുകളും അമ്പല്ല ബോംബ്, ഓരോ ബോംബുകളും അങ്ങട്ട് വർഷിക്കുകയായി. അതിനുശേഷം ADGPക്ക് ഇരിക്കപ്പൊറുതിയില്ല, നിക്കപ്പൊറുതിയില്ല, ഉലാത്തലോട് ഉലാത്തൽ. ആ ഉലാത്തലിന്റെ ഒടുക്കം മുഖ്യമന്ത്രി വാ തുറക്കുകയുണ്ടായി. അച്ചടക്കം പാലിക്കണം, അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ പാലിപ്പിക്കും എന്ന ഒരു ധ്വനി അതിന്റെ അകത്തില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത്തരത്തിൽ അമ്പൂക്കയുടെ ആരോപണങ്ങൾ ബലപ്പെടുത്തുന്ന ഒരു പ്രതികരണമാണ് നമ്മുടെ മുഖ്യന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. വെറും മുഖ്യനല്ല, ആഭ്യന്തര വകുപ്പും അതിനൊപ്പമുള്ള 29 വകുപ്പുകളും തലച്ചുമടായി കൊണ്ടു നടന്ന് കേരളത്തിൽ കാസർഗോഡ് തൊട്ട് ഇങ്ങ് കന്യാകുമാരി വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപാര ഓടി നടക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി വകുപ്പുകളുടെ ഈ ഒരു എണ്ണപ്പെരുക്കം കാരണം, വകുപ്പുകളുടെ ഈ ഒരു വലിയ ഭാരം കാരണം ആകെ തളർന്ന് വിവശനായിട്ട് നമ്മുടെ അമ്പൂക്കയുടെ മുമ്പിൽ സാഷ്ടാംഗം നിന്ന് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, ഒന്ന് നിർത്ത്. ആ ഒരു വാക്കിൽ അമ്പൂക്കയുടെ മനസ്സാകെ ഉരുകി. അങ്ങ് എന്താണ് പറഞ്ഞത്? അല്ലയോ കാരണഭൂത, അങ്ങ് എന്താണ് പറഞ്ഞത്? നിർത്താനോ? ഇതാ ഞാൻ നിർത്തി. സ്വിച്ചിട്ട പോലെ അമ്പൂക്ക തന്റെ ആരോപണങ്ങളെ എല്ലാം ബ്രേക്കിട്ടങ്ങ് നിർത്തി. ജോക്സ് അപ്പാർട്ട്, ഇനി അല്പം കാര്യം പറയാം. തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന്റെ അടുത്ത് ADGP അജിത് കുമാർ കെട്ടിപ്പൊക്കുന്ന ആ ഒരു രമ്യ ഹർമ്മമുണ്ടല്ലോ, അയാളുടെ 3 നില ലിഫ്റ്റോട് കൂടിയ മുകളിലത്തെ നിലയിൽ സ്വിമ്മിംഗ് പൂളോട് കൂടിയ ആ ഒരു വലിയ കൊട്ടാര സമുച്ചയമുണ്ടല്ലോ, അതിന്റെ അസ്ഥിവാരം വരെ നീണ്ടുപോയി PV അൻവർ എന്ന ഒരു സ്വതന്ത്ര ഇടത് MLA ആരോപണങ്ങൾ. അത് വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നോ? അങ്ങനെ വെറും ഒരു ആരോപണങ്ങൾ മാത്രമായിട്ട് ഉന്നയിക്കാൻ ഈ PV അൻവറിന്റെ പിന്നിൽ നിന്ന് താങ്ങിക്കൊടുത്തത് ആരാണ്? അത് മുഖ്യമന്ത്രിയുടെ നിഴലല്ലാതെ മറ്റ് എന്തിന്റെ നിഴലാണ് PV അൻവറിന്റെ പിന്നിലുള്ളത്? ഒരു സംസ്ഥാനത്തിന്റെ ഒന്നാകെ ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ DGPയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് നടത്തിയ ക്രിമിനൽ ആക്ടിവിറ്റികളുടെ എണ്ണങ്ങൾ എണ്ണി പറയുവാൻ PV അൻവർ തുനിഞ്ഞത് ആരുടെ ബലത്തിലാണ്? ഇത്തരത്തിലുള്ള നിരവധിയായ ചോദ്യങ്ങളുണ്ട് ഈ ഒരു ആരോപണ പ്രത്യാരോപണങ്ങൾക്കിടയിൽ നിന്ന് നമുക്ക് പറയേണ്ടതുണ്ട്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളെല്ലാം ഒന്നാകെ സ്വീകരിച്ചുകൊണ്ട് തനിക്ക് നേരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങൾക്കു മേൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണമെന്ന് DGPയോടും മുഖ്യമന്ത്രിയോടും താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന്
ADGP അജിത് കുമാർ പറയുന്നു. ഇത്തരത്തിലുള്ള ഒരു പറച്ചിൽ ഒരു ഒഴിഞ്ഞുമാറ്റമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകാതെ ഒഴിഞ്ഞു മാറുകയാണ് ADGP അജിത് കുമാർ ചെയ്തത്. ഇത്തരത്തിലുള്ള ഒരു ഒഴിഞ്ഞുമാറ്റത്തിന്റെ പിന്നിലുള്ളത് എന്താണെന്ന് നമുക്ക് വ്യക്തമായി ഊഹിക്കാം. അത് ഉന്നതങ്ങളിൽ നിന്നുള്ള ഒരു ഉപദേശമാണ്. PV അൻവറിനും കിട്ടി അത്തരത്തിലുള്ള ഒരു ഉപദേശം. ഇന്നലെ പുലിയായിരുന്ന അൻവർ ഇന്ന് മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ വീണ്ടും എലിയായ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അത് മറ്റൊന്നും കൊണ്ടല്ല, മുഖ്യമന്ത്രി താക്കീത് നൽകിയിട്ടുണ്ട്, ഇനി കൂടുതൽ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ ശശി തെറിക്കും, ADGP തെറിക്കും, മുഖ്യമന്ത്രിയുടെ ആഭ്യന്തര വകുപ്പിന്റെ കാര്യക്ഷമത ചോദ്യം ചെയ്യപ്പെടും. ഈ ശശിയെ പോലുള്ള ഒരു നേതാവ് എങ്ങനെയാണ് സംസ്ഥാന കമ്മിറ്റിയിൽ പോലും പെടാത്ത ഒരു നേതാവ് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടത്? അത് പിണറായി വിജയൻ എന്ന ഒറ്റയാളുടെ നിർദ്ദേശത്തിന്റെ പുറത്താണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. സംസ്ഥാനത്ത് ഇതിനോടകം ഉയർന്നു വന്നിട്ടുള്ള ഒട്ടനവധിയായ നിരവധിയായിട്ടുള്ള കുറ്റകൃത്യങ്ങളിൽ, ആരോപണങ്ങളിലെല്ലാം ഏതെങ്കിലും ഒക്കെ തരത്തിൽ ഈ ഒരു ശശിയുടെ സാന്നിധ്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് കാര്യമായ വിശദീകരണങ്ങൾ നൽകാൻ ഇതുവരെയും ഈ ശശി തയ്യാറായിട്ടില്ല. മാധ്യമങ്ങൾക്ക് മുൻപിൽ എന്ന് വേണ്ട, സ്വതന്ത്രമായ ഏതെങ്കിലും ഒരു വിശദീകരണം ശശി നടത്തിയിട്ടുള്ളതായി സമീപ നാളുകളിൽ ഒന്നും കാണുവാൻ സാധിക്കില്ല. ഇത്തരത്തിലുള്ള ഒരു ആരോപണ വിധേയൻ, മുൻപും പാർട്ടി താക്കീത് ചെയ്തിട്ടുള്ള, പാർട്ടി നടപടികൾക്ക് വിധേയനായിട്ടുള്ള ഈ ശശിയെ പോലുള്ള ആളുകളെ ചുമക്കേണ്ട ഗതികേട് ഒരു സംസ്ഥാനത്തിന്റെ ശക്തൻ എന്ന് പറയപ്പെടുന്ന, ഇരട്ടച്ചങ്കൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിക്ക് എന്താണ്? ഇന്ന് CPM-ന്റെ സമുന്നതനായ നേതാവും മുൻ മന്ത്രിയുമായിട്ടുള്ള AK ബാലന്റെ പ്രതികരണം കാണുകയുണ്ടായി. അൻവർ ഇക്കാര്യത്തിൽ ആദ്യം പാർട്ടിയെ കാര്യം ധരിപ്പിക്കണമായിരുന്നു. അങ്ങനെ ചെയ്യാതെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന്, പൊതുസമൂഹത്തിന് മുൻപിൽ വന്ന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നില്ല അൻവർ ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് ബാലൻ പറഞ്ഞത്. എന്നാൽ ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ അൻവറിന്റെ ആരോപണങ്ങൾക്ക് മേൽ ഇനി വൈകാരികമായ ഒരു പ്രതികരണം നടത്തേണ്ടതില്ല എന്ന് സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മുഖ്യമന്ത്രി നേരിട്ടറിയിച്ചു എന്നതാണ് മീഡിയ വൺ അടക്കമുള്ള ചാനലുകൾ ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അവർ ചെയ്ത റിപ്പോർട്ടിന്റെ സാധുത എത്രമാത്രമാണ് എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ അങ്ങനെ ഒരു റിപ്പോർട്ട് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ വൈകാരികമായിട്ടുള്ള ഒരു പ്രകടനം അൻവറിന് മേൽ നടത്തേണ്ട എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അൻവറിനെ നിരാകരിക്കേണ്ട, അൻവറിനെ ശാസിക്കേണ്ട എന്ന് തന്നെയാണ് അതിന്റെ ഉത്തമമായിട്ടുള്ള അർത്ഥം. അൻവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നത് ഈ ഒരു ADGP-യുടെ RSS ബന്ധമാണ്. ഇത്തരത്തിലുള്ള ഒരു RSS ബന്ധം ഉണ്ടായത് കൊണ്ടാണ് തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തുവാൻ പോലീസിന്റെ ഉന്നതനായിട്ടുള്ള ADGP ഇടപെട്ടതെന്നും അൻവർ ആരോപിക്കുന്നു. ഈ ആരോപണത്തിൽ കഴമ്പുണ്ടോ എന്ന് തെല്ലൊന്ന് ആർക്കും തോന്നിയേക്കാം. കാരണം തൃശൂർ പൂരം നടന്ന ആ ദിവസം, അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അങ്ങേയറ്റം പ്രതിലോമകരമായിട്ടുള്ള നടപടികളായിരുന്നു എന്ന് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള നടപടികൾ എടുക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? അത് ഉന്നതങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും താക്കീതിന്റെ ഭാഗമായി ഉണ്ടായതാണോ? ഇത്തരത്തിലുള്ള സംശയങ്ങളെല്ലാം മുന്നോട്ട് വയ്ക്കുന്നത് സുനിൽ കുമാറാണ്. അന്ന് തൃശൂരിൽ CPI-യുടെ അല്ലെങ്കിൽ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച VS സുനിൽകുമാറാണ്. സുനിൽകുമാർ ചോദിക്കുന്നുണ്ട്, അന്ന് തൃശൂർ പൂരം മുടങ്ങാൻ ഉണ്ടായ സാഹചര്യത്തെ കുറിച്ച് പഠിക്കാൻ സർക്കാർ നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് എവിടെ? അങ്ങനെ ഒരു റിപ്പോർട്ട് 1 മാസത്തിനുള്ളിൽ തയ്യാറാക്കി നൽകണം എന്ന നിഷ്കർഷയോടുകൂടി രൂപം കൊടുത്ത ഒരു അന്വേഷണ സമിതിയുടെ റിപ്പോർട്ട് 5 മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും വെളിച്ചം കണ്ടിട്ടില്ല. അതിനും ഹേമ കമ്മിറ്റിയുടെ അത്രയും കാലതാമസം എടുക്കുമോ എന്ന കാര്യം നമുക്കാർക്കും അറിയില്ല. എന്നാൽ അന്ന് തൃശൂർ പൂരം മുടങ്ങിയതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂർ സംഭവിച്ച ആ ഒരു വലിയ വിജയത്തിലേക്ക് BJP-യെ നയിച്ചത് എന്ന കാര്യത്തിൽ രാഷ്ട്രീയ നിരീക്ഷകർക്കോ മറ്റാർക്കുമോ യാതൊരു തരത്തിലുള്ള സംശയത്തിന്റെയും ആവശ്യമില്ല. ഇത്തരത്തിൽ രാഷ്ട്രീയമായി തന്നെ LDF-നെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഇതുവരെയുള്ള രാഷ്ട്രീയ ബോധത്തെ ഒന്നാകെ അട്ടിമറിച്ച ഒരാളായിട്ടാണ്
ADGP അജിത് കുമാറിനെ അൻവർ കാണുന്നത്, അല്ലെങ്കിൽ അൻവർ അങ്ങനെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. ഈ ആരോപണങ്ങളെയെല്ലാം അടച്ചു കളയുന്ന, ഈ ആരോപണങ്ങളെയെല്ലാം തൽക്കാലത്തേക്ക് ഒന്ന് നൃത്ത് ചെയ്യുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഈ ADGPയുടെ ക്രമസമാധാന ചുമതലകളെല്ലാം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ ADGPയുടെ ഇത്രമേൽ ശക്തനായ ഈ ADGPയുടെ കീഴിലുള്ള 2-3 പോലീസുകാർ ചേർന്ന്, അല്ലെങ്കിൽ IG റാങ്കിലുള്ള SP റാങ്കിലുള്ള കുറച്ചു പേർ ചേർന്നാണ് ഈ ADGPക്ക് നേരെ ഇനി ഒരു അന്വേഷണം നടത്തേണ്ടത്. DGPയുടെ മേൽനോട്ടം ഉണ്ടാകുമെന്നും പറയപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അങ്ങനെ അന്വേഷണം ഉണ്ടായാൽ ഇപ്പോഴും പദവികൾ വഹിക്കുന്ന, ഇപ്പോഴും അധികാരം കൈയാളുന്ന ഈ ADGPയുടെ കീഴിൽ എങ്ങനെയാണ് ഒരു സംശുദ്ധമായിട്ടുള്ള അന്വേഷണം നടക്കുക എന്ന കാര്യം സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. അതിനാൽ തന്നെ ഇടം കൈയും കൊണ്ട് അൻവറിനെ തലോടുന്നു, വലം കൈയും കൊണ്ട് MR അജിത് കുമാറിനെ തലോടുന്നു എന്നൊരു അങ്ങും തൊട്ടില്ല ഇങ്ങും തൊട്ടില്ല എന്നൊരു സമീപനമാണ് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് ചാനൽ തുറന്നു വെക്കുവാൻ മാത്രമേ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുള്ളൂ. ശക്തമായ ഒരു നടപടി സ്വീകരിക്കുവാൻ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇതിനോടകം എന്താണോ മുഖ്യമന്ത്രി അല്ലെങ്കിൽ അൻവറിന്റെ പിന്നിലുള്ളവർ വിചാരിച്ചിരുന്നത്, എന്താണോ അൻവറിന്റെ പിന്നിൽ നിന്ന് കളിച്ചവർ, ആ നിഴൽ രൂപം അത് ആരുടേതുമാകാം, മുഖ്യമന്ത്രിയുടേതാകാം അല്ലെങ്കിൽ മറ്റൊരു പ്രമുഖന്റേതാകാം, അത് ആരായാലും അയാൾ ഇതിനോടകം ലക്ഷ്യം വെച്ച കാര്യം നടന്നിരിക്കുന്നു എന്നതാണ് ഇതിനോടകമുള്ള രാഷ്ട്രീയമായിട്ടുള്ള വിശകലനങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. അതിനാൽ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റുകളായി ഈ വീഡിയോയ്ക്ക് ചുവടെ രേഖപ്പെടുത്തുക.